ഇന്നലെ രാവിലെ 11 മണിയോട് കൂടിയാണ് ആലമ്പാടി സ്വദേശി ഗോപാലൻ മരിക്കുന്നത്. തുടർന്ന് ആ സമയം തന്നെ പോസ്റ്റ്മോർട്ടത്തിനായി ജനറൽ ആശുപത്രിയിലേക്ക് കൊണ്ടുവരുന്നു. എന്നാൽ 24 മണിക്കൂർ പിന്നിട്ടിട്ടും പോസ്റ്റ്മോർട്ടം നടപടികൾ നടത്തുന്നില്ല എന്ന് ആരോപിച്ചാണ് ഇപ്പോൾ ബന്ധുക്കളടക്കം രംഗത്തെത്തിയിരിക്കുന്നത്. ചേട്ടാ, എന്തായിരുന്നു സംഭവം? എപ്പോഴായിരുന്നു കൊണ്ടുവന്നത്? ഇന്നലെ 11:45 ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചത്. 12 മണിക്ക് മോർച്ചറിലേക്ക് മൃതദേഹം മാറ്റിയിട്ട് പോലീസ് ഇൻക്വസ്റ്റ് വൈകുന്നേരം 6:30 കംപ്ലീറ്റ് ചെയ്തു. 7:20 ഡോക്ടർ എത്തിയിട്ട് രണ്ടാമത്തെ മൃതദേഹം നിങ്ങൾ തരാമെന്നാണ് പറഞ്ഞത് ഡോക്ടർ. പക്ഷേ രാത്രി 11 മണി 10:30 ഡോക്ടർ പറയുന്നത് നിങ്ങളുടെ ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്ത് തരാൻ പറ്റില്ല എന്നുള്ളത്. നമ്മൾ വീട്ടിൽ എല്ലാവിധ സംവിധാനങ്ങളൊക്കെ റെഡിയായി, മൃതദേഹം ദഹിപ്പിക്കാനുള്ള എല്ലാ കാര്യങ്ങളും റെഡിയായതിനു ശേഷം അവസാനമാണ് ഡോക്ടർ പറയുന്നത് ചെയ്തു തരില്ല എന്നുള്ളത്. അതിനിടയിൽ നമ്മളെക്കാളും ശേഷം വന്ന മൃതദേഹങ്ങൾ ചില രാഷ്ട്രീയ ഇടപെടലുകൾ നടത്തിയിട്ട് അത് ചെയ്തു കൊടുത്തു. എന്നിട്ട് ഞങ്ങളെ ബോഡി അവിടെ പെൻഡിങ് വെച്ചു. ഏതൊരു സംവിധാനം ഇപ്പോൾ ഇവിടെ 24 മണിക്കൂർ പ്രവർത്തിക്കുന്ന ഒരു മോർച്ചറിയാണ് കാസർഗോഡ്. കേരളത്തിൽ തന്നെ ഒരു മോർച്ചറി മാത്രമേ നിലവിലുള്ളൂ. ഇവിടെ 5 ഡോക്ടറാണ് വേണ്ടത്. ഇവിടെ 2 ഡോക്ടർമാരേ ഉള്ളൂ. അതും ഒരു അനാസ്ഥയാണ്. മുനിസിപ്പാലിറ്റിയുടെ ഭാഗത്തുനിന്ന് യാതൊരു ഇടപെടലും നടത്തുന്നില്ല. അതും ഒരു അനാസ്ഥയാണ്. സാധാരണ രീതിയിൽ രാഷ്ട്രീയക്കാർ ഇടപെടുന്ന സമയത്ത് പെട്ടെന്ന് ചെയ്തു കൊടുക്കുന്നുണ്ട്. പക്ഷേ സാധാരണ ജനങ്ങൾ ഇടപെട്ട സമയത്ത് അവർ പെൻഡിങ് വെച്ച് ഇതേപോലെയുള്ള നടപടിയാണ് സ്വീകരിക്കുന്നുള്ളത്. ഇതിന് ബന്ധപ്പെട്ട് എല്ലാ ഉദ്യോഗസ്ഥർക്കും നമ്മൾ പരാതി കൊടുക്കും എന്നുള്ളത് എന്തായാലും കൊടുക്കും. കാരണം ഇതൊരു ഇങ്ങനെ സാധാരണ പാവപ്പെട്ട ജനങ്ങൾക്ക് ഇങ്ങനെ സംഭവിച്ചാൽ നമ്മൾ കുറച്ച് യുവാക്കളും എല്ലാവരും കൂടിയിട്ട് ചോദ്യം ചെയ്തതാണ് ഇപ്പോഴാണെങ്കിലും ഈ ഒരു ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്ത് തരാമെന്ന് പറയുന്നുള്ളത്. ഇന്ന് പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന വേറെ ഡോക്ടറാണ്. ഇന്നലെ ചെയ്തത് ഒരു അംജിത്ത് എന്ന് പറഞ്ഞ ഫോറൻസിക് വിദഗ്ധനാണ്. അദ്ദേഹമാണ് ഇന്നലെ രാത്രി പറയുന്നത് മരണകാരണം എന്താണെന്നുള്ള അറിവായിട്ടില്ല, അതുകൊണ്ട് നിങ്ങളെ ബോഡി ചെയ്തു തരാൻ പറ്റില്ല എന്നുള്ളത്. അപ്പോൾ ആ സമയത്ത് കാസർഗോഡ് CI സാർ വന്ന് സംസാരിച്ചതാണ്. ആ സമയത്ത് പിന്നെ അപ്പോഴും പറഞ്ഞത് ചെയ്തു തരാൻ പറ്റില്ല എന്നാണ്. അവരിപ്പോൾ പോസ്റ്റ്മോർട്ടം ചെയ്യാമെന്നാണ് പറഞ്ഞിട്ട്. പക്ഷേ രാവിലെ എത്തേണ്ട ഡോക്ടർ എത്തിയത് തന്നെ 12:30 ട്രെയിനിലേറ്റാണെന്നെല്ലാം പറഞ്ഞിട്ട് എത്തിയത് തന്നെ 12:30. അത് അനാസ്ഥയാണ്. കാരണം 5 ഡോക്ടർമാരാണ് നിലവിൽ അറിഞ്ഞത്. 5 ഡോക്ടറാണ് ഒരു പോസ്റ്റ്മോർട്ടത്തിന് 24 മണിക്കൂറിന് പ്രവർത്തിക്കുമ്പോൾ വേണ്ടത്. പക്ഷേ ഇവിടെ 2 ഡോക്ടർമാരേ ഉള്ളൂ. അതൊരു അനാസ്ഥയാണ്. അത് ഇനിയെങ്കിലും പരിഹരിക്കണം എന്നാണ് പറയാനുള്ളത്. ജനറൽ ആശുപത്രിയിൽ വേണ്ടിയിരുന്നത് 5 ഡോക്ടർമാരാണ്. എന്നാൽ നിലവിൽ ഇപ്പോൾ ഉള്ളത് 2 ഡോക്ടർമാർ മാത്രമേ ഉള്ളൂ. പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത് 24 മണിക്കൂർ പ്രവർത്തിക്കുന്ന കേരളത്തിൽ തന്നെ പോസ്റ്റ്മോർട്ടം നടത്തുന്ന ഒരു ആശുപത്രി കൂടിയാണ് കാസർഗോഡ് ജനറൽ ആശുപത്രി എന്ന് പറയുന്നത്. അത്തരത്തിൽ കാസർഗോഡ് ജനറൽ ആശുപത്രിയിലാണ് ഈ ഒരു പ്രശ്നം ഉണ്ടായിരിക്കുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് രഞ്ജിത്ത് മണിപ്പാടിക്കൊപ്പം റിപ്പോർട്ടർ അർച്ചന രവീന്ദ്രൻ, റിപ്പോർട്ടർ കാസർഗോഡ്.